കളരിക്കായി ആയുഷ്കാല സമ്പാദ്യം നൽകി പ്രതാപൻ ഗുരുക്കൾ. പാരമ്പര്യവും ശില്പഭംഗിയും ഒത്തുചേർന്ന് ചേർത്തല AAM കളരി. പുതിയൊരു വീട് വെക്കണമെന്ന ആഗ്രഹത്തിലാണ് പ്രതാപൻ ഗുരുക്കൾ ക്ഷേത്രശില്പിയായ ദീപുവുമായി സംസാരിക്കുന്നത്. കളരിയെപ്പറ്റിയും പുരയിടത്തെപ്പറ്റിയും പ്രതാപൻ ഗുരുക്കളിൽ നിന്ന് ചോദിച്ചറിഞ്ഞ ദീപു പക്ഷേ വീടിനു പകരം കന്നിമൂലയിൽ കളരിയാണ് നിർദ്ദേശിച്ചത്. അങ്ങനെ ദീപുവിൻ്റെ വാക്ക് മുഖവിലക്കെടുത്ത് പ്രതാപൻ ഗുരുക്കൾ കളരിയുടെ പണിയും തുടങ്ങി. നമ്മുടെ ഹരിപ്പാടുകാരൻ ദീപു എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ആശയങ്ങളെല്ലാം പുള്ളിയിടാണ്. നമ്മൾ കളരി ഉള്ളതുകൊണ്ട് തന്നെ ഒരു ട്രഡീഷണൽ വീട് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്താഗതിയായിരുന്നു. മക്കളുടെയും വൈഫിൻ്റെയും ഒരു ചിന്താഗതിയാണ് അങ്ങനെ ഒരു ട്രഡീഷണലായിട്ട് വീട് എന്നുള്ള ചിന്താഗതി അവർക്ക് വന്നത്. ആ 4 കെട്ട് അങ്ങനെ ഒരു ചിന്താഗതി വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഗുരുവായൂരൊരു വർക്ക് ഈ നമ്മുടെ ശില്പി ചെയ്യുന്നത് കണ്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിനെ വിളിച്ചു വരുത്തി. അന്നേരം പുള്ളിയുടെ ചോദ്യം ഇതായിരുന്നു, നമ്മളിവിടെ എന്താണ് കളരിയുടെ സ്ഥാനം എവിടെയാണെന്നുള്ളൊരു ചോദ്യം. കളരിയുടെ സ്ഥാനം നമ്മുടെ പുരയിടത്തിൻ്റെ കന്നിമൂലയ്ക്കാണ് കളരിയുടെ സ്ഥാനം. അതെവിടെയും അങ്ങനെ തന്നെയാണ്. അത് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. പുള്ളി ഉടനെ പറഞ്ഞത് ഇവിടെ കളരിയാണ് ആവശ്യം എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്നാണ് നമുക്ക് കളരി തന്നെ സ്ഥാപിച്ചേക്കാമെന്ന് പറഞ്ഞു. 1977 കളരി പഠിക്കാൻ തുടങ്ങിയ കാച്ചിക്കാട്ട് വെളിയിൽ പ്രതാപൻ 1996 കളരി സ്ഥാപിച്ച് പ്രതാപൻ ഗുരുക്കളായി. ഗുരുവായ ആന്റണി ആന്ത്രപ്പേറിൻ്റെ സ്മാരകമെന്നോണമായിരുന്നു ചേർത്തലയിലെ AAM കളരിയുടെ തുടക്കം. ആയോധന കലയായ കളരിപ്പയറ്റ് ആധുനിക കാലത്ത് കായിക മത്സര ഇനം കൂടിയായി മാറുമ്പോൾ ശാസ്ത്രീയമായ ഗ്രേഡിംഗ് സംവിധാനങ്ങൾ കൂടി ഒരുക്കാൻ ശ്രദ്ധ കൊടുക്കുകയാണ് കളരി പരിശീലകൻ പ്രതാപൻ ഗുരുക്കൾ. വലത് തൂക്കി വലതുകൊണ്ട് നീക്കി ചവിട്ടി, ഇടത് തൂക്കി ഇടതുകൊണ്ട് നീക്കി ചവിട്ടി, കൈനേരെ കൂപ്പി. നമ്മുടെ സ്പോർട്സ് കളരിപ്പറ്റ് അസോസിയേഷനും കളരിപ്പറ്റ് ഫെഡറേഷൻ ഇന്ത്യയും ഞങ്ങൾ തന്നെ 2 സംഘടനയാണ്, നാഷണൽ ബേസിലുള്ള സംഘടനയാണ്. അത് രണ്ടും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഞങ്ങളൊരു ഗ്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവന്ന് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. അന്നേരം 6 മാസം കൂടുമ്പോൾ കുട്ടികളെ ടെസ്റ്റ് ചെയ്യുക. ആ ടെസ്റ്റ് നടത്തുന്നത് അതാത് ട്രഡീഷണലായിട്ട് കളരിയിലെ കാര്യങ്ങളും വിത്ത് അസോസിയേഷൻ്റെ സിലബസും ഉൾപ്പെടുത്തിക്കൊണ്ട് 6 മാസം ഒരു ഗ്രേഡിംഗ്. കളരിയുടെ കണക്ക് പ്രകാരം 42 അടി നീളത്തിലും 21 അടി വീതിയിലുമാണ് പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം. മഞ്ഞളും ആര്യവേപ്പും ഒക്കെ ചേർത്താണ് കളരിത്തറ ഒരുങ്ങുന്നത്. ശില്പചാതുര്യത്താൽ പണിതുയരുന്ന ഈ കളരിക്ക് 18 അടവുകളെ സൂചിപ്പിക്കുന്ന തരത്തിൽ 18 ജാലകങ്ങളുമുണ്ട്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയത്തിലും അവരുടെ നിത്യജീവിതത്തിലൊക്കെ ഒരു പൂഴിക്കടകൻ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ പ്രയോഗമാക്കി മാറ്റിയിട്ടുണ്ട്. അത് കളരിയായിട്ട് ബന്ധപ്പെട്ടൊരു വാക്കാണ് ഈ പൂഴിക്കടകൻ. എന്താണ് ശരിക്കും പൂഴിക്കടകൻ എന്നറിയാൻ പ്രേക്ഷകർക്കൊക്കെ താല്പര്യം ഉണ്ടാവും, ഒന്ന് പറയാവോ? പൂഴിക്കടകൻ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പൂഴി നമ്മൾ പരിചയിൽ ചുരി അമർന്നിരുന്നുണ്ട് മണ്ണിൽ പൊടി കയറ്റിയിട്ട് ചുഴിച്ചിങ്ങനെ എറിയുന്നതും ഒരു വിധത്തിൽ പറയാം. രണ്ടാമത്തൊക്കെ ചൂട് വെച്ചിങ്ങനെ നമ്മൾ കറങ്ങി കണ്ണ് കാണാത്ത രീതിയിൽ പൊടി പറപ്പിച്ചിട്ടും അതുകൊണ്ട് ആളെ തോൽപ്പിക്കുക. ഇവിടെ രസമെന്ന് പറഞ്ഞാൽ ജയിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ചിന്താഗതി. രാഷ്ട്രീയത്തിൽ എന്താണ് ഇതിൻ്റെ അകത്ത് കൺസെപ്റ്റ് എന്ന് നമുക്ക് അറിയത്തില്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു ചതി പ്രയോഗമാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. ആ ചതി കൊണ്ട് അവിടെ ജയിക്കുക എന്ന് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ലക്ഷ്യമിടുന്നത്. ആശാനത് പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ നേരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളിത് കേട്ടറിവാണ്, കണ്ടിട്ടില്ല. കേട്ടറിവാണ്. ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ വായ്മൊഴിയായിട്ട് കേട്ടിരിക്കുന്നത്. തെക്കൻ കളരിയുടെയും വടക്കൻ കളരിയുടെയും മധ്യ കേരളത്തിലെ കളരി സമ്പ്രദായത്തിൻ്റെയും അടവുകളും ചുവടുകളും AAM കളരിയിൽ കാണാം. 5 പതിറ്റാണ്ട് കളരി പഠിച്ചും പഠിപ്പിച്ചും ജീവിച്ച പ്രതാപൻ ഗുരുക്കൾ ഇപ്പോഴും മുഴുവൻ സമയ കളരി പരിശീലകനായി തുടരുകയാണ്. ശ്രീജിത്ത് നരിപ്പറ്റ, ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.